തർക്കം. തൊടുപുഴയിൽ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു. ഇടുക്കി കരിമണ്ണൂർ സ്വദേശി വിൻസെന്റ് ആണ് മരിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് ഗുരുതരമായി പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രതി ബിനു ചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം. കാസർഗോഡ് അമ്പലത്തറ പാറക്കളയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കി. ഒരു മകന്റെ നില ഗുരുതരം. അച്ഛനും അമ്മയും 2 മക്കളുമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 58-കാരൻ ഗോപി, ഭാര്യ 55-കാരി ഇന്ദിര, മകൻ 37-കാരൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. മറ്റൊരു മകൻ 35-കാരൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആസിഡ് കുടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യക്ക് കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് സൂചന. പുലർച്ചെ 3-ന് ഗോപിയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് വന്ന ഫോൺ കോളിലാണ് വിവരം അറിയുന്നത്. ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞാണ് ഫോൺ വിളിച്ചത്. രഞ്ജേഷ് ആണെന്ന് കരുതുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും വീട്ടിലെത്തിയപ്പോൾ 3 പേരും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ രാകേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കത്തിക്കുത്തിൽ 25-കാരൻ കൊല്ലപ്പെട്ടു. പ്രതികളെ പിടികൂടി. ഞാറക്കൽ സ്വദേശി വിവേകാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തോപ്പുംപടി സ്വദേശികളായ സനോജും പ്രസാദും പിടിയിലായി. ഇവർ 3 കളമശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ഓട്ടോറിക്ഷ കൂലി കൊടുക്കാത്തതിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. ഹോസ്റ്റലിൽ കയറി നിയമവിദ്യാർത്ഥിനിയെ വെട്ടിക്കൊല്ലാൻ ശ്രമം. 18-കാരൻ അറസ്റ്റിൽ. ബാർട്ടൺ ഹില്ലിന് സമീപമാണ് നിയമവിദ്യാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായത്. കേസിലെ 4ാം പ്രതിയായ 18-കാരൻ നിരഞ്ജൻ സുനിൽകുമാറാണ് പിടിയിലായത്. ബാർട്ടൺ ഹിൽ ചാമ്പ്യൻ ഭാസ്കർ റോഡിന് സമീപമാണ് ആക്രമണം നടന്നത്. കാസർഗോഡ് ഇക്ബാൽ മൻസിൽ വീട്ടിൽ മുഹമ്മദ് റിസ്വാനാണ് വെട്ടേറ്റത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. 9-അംഗ സംഘം റിസ്വാനെ വടിവാൾ കൊണ്ട് വെട്ടാൻ ശ്രമിക്കവേ റിസ്വാൻ കൈകൊണ്ട് തടുക്കുകയും ഇടത് കൈമുട്ടിന് പരിക്കേൽക്കുകയുമായിരുന്നു. 1-ാം പ്രതിയായ കിച്ചാമണി ഒളിവിലാണ്. കേസിലെ 2-3 പ്രതികൾ നേരത്തെ സ്റ്റേഷനിൽ ഹാജരായിരുന്നു. മറ്റു പ്രതികൾക്കായി അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു. ബലാത്സംഗ പരാതിയിൽ യൂട്യൂബർ സുബൈർ ബാപ്പുവിനെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം കൂരാട് സ്വദേശി സുബൈർ ബാപ്പു ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന BJP വനിതാ നേതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ഈ മാസം 10-ന് വൈകുന്നേരം വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് പരാതി. പിന്നീട് നിരന്തരം ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. ശല്യം ചെയ്തതായും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്നും പരാതിയിൽ യുവതി പറയുന്നുണ്ട്. പ്രതി സുബൈർ ബാപ്പു മുമ്പ് BJP പ്രവർത്തകനായിരുന്നുവെന്നും സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പുറത്താക്കിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. കണ്ണൂരിൽ ദമ്പതികളുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ. അലവലിൽ അനന്തൻ റോഡിലെ കല്ലാളത്തിൽ പ്രേമരാജൻ, ഭാര്യ AK ശ്രീലേഖ എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഡ്രൈവർ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മകൻ വിദേശത്ത് നിന്ന് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് മരിച്ച AK ശ്രീലേഖ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സർക്കാർ സ്കൂളിലെ ശുചിമുറിയിൽ പ്രസവിച്ചു. കർണാടകയിലെ യാദ്ഗറിൽ ബുധനാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥിനി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പെൺകുട്ടിയെയും നവജാത ശിശുവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർക്കാർ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പ്രസവിച്ചത്. സംഭവത്തിൽ കർണാടക ബാലാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവത്തിൽ ഇടപെടൽ വൈകിയെന്ന ആരോപണത്തിൽ അധ്യാപകർക്കും പ്രിൻസിപ്പലിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്.